ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ നമ്മൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണി വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാട്ടോ. ഒരു ചൂടായ കുക്കറിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം അതായി ഈ ഒരു സവാള, നമ്മുടെ നീളനെ അരിഞ്ഞത്, നല്ല കനം കുറച്ച് നീളനെ അരിഞ്ഞൊരു സവാള, ഞാനിപ്പോൾ ഒരു 2.5 സവാള എടുത്തിട്ടുണ്ട്, അതെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ട് അതും ഇതുപോലെ നീളനെ അരിഞ്ഞത് നമുക്ക് ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അധികം ഒരുപാടൊന്നും വേണ്ട. നമുക്ക് എല്ലാം കുറച്ച് ശേഷം എടുത്താൽ മതി. നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചേർക്കാം കേട്ടോ. അത് എല്ലാതും കൂട്ടി ചേർത്താൽ മതി. പിന്നെ നമ്മളിതാ നമ്മുടെ ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ബീൻസ്, സോയാബീൻ, അതെല്ലാതും നമ്മൾ ഒരു ബൗൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഞാൻ ചേർത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഞാൻ ചൂടുവെള്ളത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. അതാണ് അങ്ങനെ ഒരു യെല്ലോയിഷ് കളറായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. സോയാബീൻ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഒരു 1 hour സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതെല്ലാതും കൂടി ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. നമ്മുടെ എപ്പോഴും ബിരിയാണിയിൽ നമ്മൾ ഉപ്പ് കുറച്ചൊന്ന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഉപ്പിടാൻ. അതുപോലെ നമ്മൾ മസാലാസൊക്കെ ഭയങ്കര കുറച്ചായിട്ട് മതി, ഓവറായിട്ട് വേണ്ട. 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ മസാലസും സ്പൈസസും നമ്മൾ ഇടാം. ഞാനിതിൽ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ റൈസ് ഇതിൽ വേവിക്കുന്ന കാരണം നമ്മൾ പട്ട, കറിയാമ്പൂ, ഏലക്ക ഐറ്റംസൊക്കെ ഞാൻ ചേർക്കുന്ന കാരണം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. പിന്നെ നല്ലോണം എല്ലായിടത്തും നമ്മൾ മസാലസൊക്കെ എത്തുന്ന രീതിയിൽ ഇളക്കിയിട്ട് ഒന്ന് കുക്കാവിക്കുക. ഞാൻ ഒരു ഹൈയിലല്ല, ഒരു മീഡിയം കുറച്ച് മുകളിലായിട്ടൊരു ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് പട്ട, കറിയാമ്പൂ, ഏലക്ക അങ്ങനെ ഐറ്റംസ് ഒക്കെ നമ്മളിട്ടു. പിന്നെ കാഷ്യൂ, ഉണക്കമുന്തിരി ഇട്ടു. അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. പിന്നെ എത്രയാണെങ്കിലും നമ്മുടെ നോൺ വെജിൻ്റെ അത്ര വെജിറ്റബിൾ ബിരിയാണി എത്തില്ല, എന്നാലും വെജിറ്റബിൾ ബിരിയാണി അടിപൊളി ഒരു ബിരിയാണി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ, നമുക്ക് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടി, ഒരു ബിരിയാണിയും കൂടിയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് കേട് ഒഴിക്കുന്നുണ്ട്. കേട് ഒഴിക്കുമ്പോൾ അധികം പുളിയില്ലാത്തത് നോക്കിയിട്ട് ഒഴിക്കാൻ നോക്കാം. അതും ഒരു 2-3 ടേബിൾ സ്പൂൺ കേട് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലീവ്സ്, മല്ലിയിലയും പുതിനയിലയും അത് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ ഒരു ബൗൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നമുക്ക് നമ്മളെ ബിരിയാണി മസാല ചേർക്കാം. ഞാനത് 2 സ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ ബിരിയാണി മസാല എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഗരം മസാല ചേർക്കാതെ ബിരിയാണി മസാല ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതുവരെ നെയ്യ് യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഈ ഒരു ടൈമിൽ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും നമുക്ക് എത്തുന്ന രീതിയിൽ എടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മടിയുള്ള ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതിലോട്ട് അരി ആഡ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തു വെച്ച ജീരകശാല റൈസാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അരി നിൽക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ടുള്ള ലെവലിലാണ് നമ്മൾ വെള്ളം വരേണ്ടത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരി ഒന്ന് എല്ലാവരും നന്നായിട്ട് ഇടയ്ക്ക് അതൊന്ന് ചൂടാവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. അരി നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ അരി നിൽക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് വെള്ളം വരേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് റൈസിന് ഒരു 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളപ്പിക്കാൻ കേട്ടോ, എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നല്ലോണം തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ബിരിയാണിയുടെ അതേ സ്മെല്ല് നമുക്ക് വരും കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ടേസ്റ്റിന് വ്യത്യാസമോ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ബിരിയാണി മസാലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസൊക്കെ ചേർക്കാം. ഞാൻ ഗ്രീൻ പീസ് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഇതിൽ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ
വെജിറ്റബിൾസ് ചേർത്ത ടൈമിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ നല്ല തിളച്ചതിൻ്റെ ശേഷം ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചു ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ പ്രഷർ ഫുൾ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഒരു 1 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം റൈസൊക്കെ നമ്മൾ കറക്റ്റ് പക്കയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ലോണം തിളച്ചതിൻ്റെ ശേഷമാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അങ്ങനെ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നല്ല നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാട്ടോ. ഞാൻ അധികം നെയ്യ് ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. രണ്ടും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി അതെല്ലാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് ഒണിയനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം ചൂടെടുക്കണം. ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.